പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം അബൂദാവൂദും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുഖാലു ലിസാഹിബിൽ ഖുർആനി, പരലോകത്ത് സ്വർഗത്തിൽ വരുമ്പോൾ ഖുർആനിന്റെ സന്തത സഹചാരിയോട് പറയും, ഇഖ്റ വത്തഖി, നിനക്ക് ഖുർആൻ ഓതിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. എന്നിട്ട് നിനക്ക് ഓതിക്കൊണ്ട് തന്നെ നിന്റെ പദവികൾ ഇങ്ങനെ ഉയർന്നു ഉയർന്നു പോകും. വറത്തിൽ കമാ അന്ത തുറത്തിൽ ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് നീ എങ്ങനെയാണോ ഖുർആൻ അതിന്റെ നിയമപ്രകാരം മുറപ്രകാരം സാവകാശം ആശയം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണോ ദുനിയാവിൽ പാരായണം ചെയ്തത്, അതുപോലെ നീ പാരായണം ചെയ്ത് നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ നിന്റെ പദവി ഇങ്ങനെ ഉയർന്നു ഉയർന്നു പോകും. അങ്ങനെ പോയപ്പോ ഇന്ന മനസ്സിലാക്ക ഇന്ത ആഖിരി ആയത്തിൻ തഖറഊഹ, നീ ഖുർആൻ ഓതി എവിടെയാണോ അവസാനിപ്പിക്കുന്നത് അതായിരിക്കും സ്വർഗത്തിലെ നിന്റെ പദവി ഇരിപ്പിടം. അതാണ് ഹദീസിന്റെ ആശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനുമായുള്ള ഒരു വിശ്വാസിയുടെ ആത്മബന്ധത്തിന്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് സൂചിപ്പിക്കുകയാണ്. നബി പ്രയോഗിച്ച പദം സ്വാഹിബുൽ ഖുർആൻ എന്നാണ്. ഖുർആനിന്റെ ആള് അല്ലെങ്കിൽ കൂട്ടുകാരൻ, സന്തത സഹചാരി. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കാൻ കാരണം? നമ്മൾ ഇണപെരിയാത്ത കൂട്ടുകാർ, സുഹൃത്തുക്കൾ എന്ന് പറയില്ലേ, ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ കഴിയാത്ത, എപ്പോഴെങ്കിലും വിട്ടു നിന്നാൽ വീണ്ടും കണ്ടുമുട്ടണമെന്ന് കൊതിക്കുന്ന, അത്രയും ആത്മബന്ധം പുലർത്തുന്നവരെയാണ് സ്വാഹിബ്. അതുകൊണ്ടാണ് നബിയുടെ സഹാബികളെ നമ്മൾ സഹാബിമാരെന്ന് പറയാൻ കാരണം, അവർക്ക് ഒരു നിമിഷം പോലും നബിയെ കാണാതിരിക്കാൻ സങ്കല്പിക്കാൻ കഴിയില്ല എന്നാ. വീട്ടിൽ പോയ ഉടനെ പള്ളിയിലേക്ക് തിരിച്ചു വരുന്ന, അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ആളെയാണ് സ്വാഹിബുൽ ഖുർആൻ എന്ന് പരിചയപ്പെടുത്തിയത്. അയാളോടാണ് പരലോകത്ത് വരുമ്പോ സ്വർഗത്തിലേക്ക് കയറുമ്പോ അന്ന് പറയും, നീ ഖുർആൻ ഓതിക്കൊണ്ട് കയറിക്കോ എന്ന് പറയുന്ന. അപ്പൊ എങ്ങനെ ദുനിയാവിൽ എങ്ങനെയാണോ ഓതിയത് അതുപോലെ ഓതി കയറിക്കോ. നീ ഇങ്ങനെ ഓതുന്നതനുസരിച്ച് നിന്റെ പദവികൾ ഇങ്ങനെ ഉയർന്നു ഉയർന്നു ഇങ്ങനെ പോകും. നീ ഓതി എപ്പോഴാണോ നിനക്ക് നിർത്താൻ തോന്നുന്നത് അവിടെ നിർത്തിക്കോ, അവിടെയും വരെ നിനക്ക് പോകാം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന. ഈ സൗഭാഗ്യം ആർക്കാണ്? ദുനിയാവിൽ വെച്ച് വിശുദ്ധ ഖുർആനോടുള്ള ആ ആത്മബന്ധം പുലർത്തിയ ആൾക്ക് മാത്രമാണ്. അതിന് അള്ളാഹു അയാളെ വിളിക്കുക സ്വാഹിബുൽ ഖുർആൻ എന്നാ വിളിക്കുക, ഖുർആനിന്റെ ആളെന്ന. നമ്മളൊക്കെ ഖുർആന്റെ ആളാണെന്നാണ് സ്വയം പറയുന്നത്. പക്ഷെ ആ പേരിനോട് നമുക്ക് നീതി പുലർത്താൻ കഴിയുന്നുണ്ടോ? ഖുർആനുമായുള്ള ആത്മബന്ധത്തിന് ഈ റമദാനിലെങ്കിലും നമുക്ക് ഒരു ദിവസം പോലും ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ ഉണ്ടാകരുത്. നമുക്ക് ഒരു ന്യൂസ് പേപ്പർ വായിച്ചില്ലെങ്കിൽ അസ്വസ്ഥത, അല്ലെങ്കിൽ ന്യൂസ് കേട്ടില്ലെങ്കിലുള്ള ഒരു അസ്വസ്ഥതനേക്കാൾ 100 മടങ്ങ് നമ്മുടെ ഹൃദയങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകേണ്ടത് ഒരു ദിവസം പോലും ഖുർആൻ ഓതാത്ത ദിവസം ഉണ്ടാകരുതർത്ഥം. റമദാൻ മാസത്തിൽ മാത്രം, റമദാനിൽ കൂടുതൽ നമ്മൾ ബന്ധം പുലർത്തി നമ്മളാകാൻ ശ്രമിക്കേണ്ടത് ഒരു ഖുർആൻ ഓത്തുകാരനായിട്ടല്ല, സ്വാഹിബുൽ ഖുർആൻ ആകാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെയാണ് പരലോകത്ത് അള്ളാഹു നമ്മളെ വിളിക്കുക സ്വാഹിബുൽ ഖുർആൻ എന്നായിരിക്കും. നമ്മുടെ പദവി, നമ്മുടെ ഇരിപ്പിടം ഖുർആൻ ഓതിക്കൊണ്ട് ലഭിക്കുന്ന ആ ഇരിപ്പിടത്തിൽ എത്താൻ നമ്മൾ പരിശ്രമിക്കുക, ബന്ധം പുലർത്തുക, അതോട് നീതി പാലിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.